ഹരേ കൃഷ്ണ. കേൾക്കാവോ? കേൾക്കാം പ്രഭു. ശരി, അപ്പൊ തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രഭു വീഡിയോ ഓഫ് ആണ്. ഓക്കെ. ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി. ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി. ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി. ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി. ജയ യശോദാനന്ദന ജയ യശോദാനന്ദന വ്രജ ജനരഞ്ജന. ജയ യമുനാതിരാവനചാരി. ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി. ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി. ജയ യശോദാനന്ദന വ്രജ ജനരഞ്ജന. യമുനാതിരാവനചാരി. യമുനാതിരാവനചാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ജയ രാധ മാധവ ജയ രാധ മാധവ ജയ ജയ പ്രഭുപാദ് ജയ ജയ പ്രഭുപാദ് ജയ ജയ ശ്രീല പ്രഭുപാദ്. ജയ ജയ ഗുരുദേവ് ജയ ജയ ഗുരുദേവ് ജയ ജയ ഗുരുദേവ് ജയ ജയ ഗൗരനിതായ് ജയ ജയ ഗൗരനിതായ് ജയ ജയ ഗൗരനിതായ്. ജയ കൃഷ്ണ ബലറാം ജയ കൃഷ്ണ ബലറാം ജയ കൃഷ്ണ ബലറാം. ജയ ജയ ജഗന്നാഥ് ജയ ജയ ജഗന്നാഥ് ജയ കൃഷ്ണ ബലറാം ജയ കൃഷ്ണ ബലറാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് സ്കന്ധം 1 അധ്യായം 3 ശ്ലോകം നമ്പർ 3. ശ്ലോകം വായിക്കാം. യസ്യ അവയവ സംസ്ഥാനൈ കൽപ്പിതോ ലോകവിസ്തരം. യസ്യാവയവ സംസ്ഥാനൈ കൽപ്പിതോ ലോകവിസ്തരം. തദ്വൈ ഭഗവതോ രൂപം വിശുദ്ധം സത്വമൂർത്തിതം. യസ്യാവയവ സംസ്ഥാനൈ കൽപ്പിതോ ലോകവിസ്തരം. തദ്വൈ ഭഗവതോ രൂപം വിശുദ്ധം തത്വമൂർജിതം. വാക്കുകളുടെ അർത്ഥം: യസ്യ ആരുടെ, അവയവ വിസ്തരണം, സംസ്ഥാനൈ സ്ഥിതി ചെയ്യുന്നതിൽ, കൽപ്പിതമാകുന്നു, ലോക നിവാസികളുടെ ഗ്രഹം, വിസ്തര വ്യത്യസ്തങ്ങളായ അഥവാ അനേകങ്ങളായ. തദ്വൈ എന്നാൽ അതാകുന്നു, ഭഗവതഃ പരമദിവ്യോത്തമ പുരുഷന്റെ രൂപം. ഭഗവതഃ പരമദിവ്യോത്തമ പുരുഷന്റെ രൂപം വിശുദ്ധം പരിശുദ്ധമായ, സത്വം അസ്തിത്വം, ഊർജിതം വൈശിഷ്ട്യം മഹത്വം, വൈശിഷ്ട്യം അഥവാ മഹത്വം. ശ്രീല പ്രഭുപാദർജി കി ജയ്. വിവർത്തനവും ഭാവാർത്ഥവും. വിവർത്തനം. ഹരേ കൃഷ്ണ കേൾക്കാവോ?
ഇല്ല. ഹരേ കൃഷ്ണ. എല്ലാരും പോയോ? കേൾക്കാം പ്രഭുജി, കേൾക്കാം. ദയവായി പറഞ്ഞാലും. ഹരേ കൃഷ്ണ. വിവർത്തനം. വിശാലവും ബൃഹത്വമായ പുരുഷ സ്വരൂപത്തിൽ സർവപ്രപഞ്ച ഗ്രഹ വ്യൂഹങ്ങളും സ്ഥിതി ചെയ്യുന്നു. എന്നാൽ സൃഷ്ടിതമായ ഭൗതിക ഘടകങ്ങളെ ആശ്രയിക്കാതെ അദ്ദേഹത്തിന് നിലനിൽക്കാം. ഭാവാർത്ഥം: പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ സങ്കല്പിക്കാൻ കഴിവില്ലാത്ത അഭിനവ ഭക്തർക്കായി സവിശേഷമായി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് പരമനിരപേക്ഷ സത്യത്തിന്റെ വിശ്വരൂപം അഥവാ വിരാട് രൂപതത്വം. രൂപം എന്നാൽ ഭൗതിക ലോകത്തിലെ ഏതെങ്കിലും ഒരു രൂപമാകയാൽ ആരംഭത്തിൽ ഭഗവാന്റെ ശക്തിമത്തായ വിസ്തരണത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കാൻ നിരപേക്ഷ സത്യത്തിന് വിരുദ്ധമായ ഒരു തത്വം അഥവാ സിദ്ധാന്തം അത്യന്താപേക്ഷിതമാണ്. മുകളിൽ വിശദീകരിച്ചതുപോലെ ഭഗവാൻ തന്റെ ശക്തികളെ സർവഭൗതിക ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന മഹത്തത്വ രൂപത്തിൽ വിസ്തരിച്ചിരിക്കുന്നു. ഭഗവത് അവതാരങ്ങളും അഥവാ ഭഗവത് ശക്തി വിസ്തരണങ്ങളും സ്വയം ഭഗവാനും ഒരർത്ഥത്തിൽ ഏകമാണ്. എന്നാൽ മഹത്തത്വം ഭഗവാനിൽ നിന്നും വിഭിന്നമാണ്. ആകയാൽ ഏകകാലത്ത് ഭഗവാനും ഭഗവത് ശക്തിയും ഭിന്നവും അഭിന്നവുമാകുന്നു. അപ്രകാരം വിരാട് രൂപതത്വം വിശേഷിച്ചും നിർവ്യക്തിക അഥവാ അമൂർത്തകവാദികൾക്ക് അഭിന്നമാകുന്നു. ഭഗവാന്റെ ഈ അനശ്വര രൂപം മഹത്തത്വ സൃഷ്ടിക്ക് മുമ്പ് തന്നെ നിലനിന്നിരുന്നു. മാത്രമല്ല, ഭഗവാന്റെ അനശ്വര രൂപം ആത്മീയ സമതുല്യ ശ്രേഷ്ഠം അഥവാ ഭൗതിക പ്രകൃതിക്ക് അതീതമെന്ന് ഇവിടെ ഊന്നി പറയുന്നു. ഭഗവാന്റെ അതേ അതീന്ദ്രിയ സ്വരൂപം അദ്ദേഹത്തിന്റെ ആന്തരിക ശക്തിയാൽ സ്പഷ്ടമാക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ഭഗവാന്റെ ബഹുവിധങ്ങളായ അവതാരം ആവിഷ്കാരങ്ങൾ മഹത്തത്വത്തിന്റെ സ്പർശമേൽക്കാതെ സദാ അതേ അതീന്ദ്രിയ ഗുണത്തിലും ആകുന്നു. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതികരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരുൻ ശ്രീരൂപം സഗ്രജാതം സഗഗണ രഘുനാഥാന്വിതം തം സജീവം സദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗഗണ ലളിതാ ശ്രീവിശാഖാന്വിതം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചനഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. പഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. എല്ലാ ഭക്തജനങ്ങൾക്കും സാദര പ്രണാമം. ഹരേ കൃഷ്ണ. ഈ ശ്ലോകത്തിൽ ഇന്ന് വിവരിക്കുന്നത് വിശാലവും ബൃഹത്വമായ പുരുഷ സ്വരൂപത്തിൽ സർവപ്രപഞ്ച വ്യൂഹങ്ങളും സ്ഥിതി ചെയ്യുന്നു. എന്നാൽ സൃഷ്ടിതമായ ഭൗതിക ഘടകങ്ങളെ ആശ്രയിക്കാതെ തന്നെ അദ്ദേഹം നിലനിൽക്കുന്നത് ഭഗവാന്റെ രൂപം, ഭൗതിക രൂപം, അതായത് വിരാട് രൂപത്തെ പറ്റിയാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഭഗവാന്റെ തന്നെ രൂപമാണ്. പക്ഷെ അത് ഈ ഭൗതിക ലോകത്തിലുള്ള ഭഗവത് വിശാലമായ ആരംഭം കുറിക്കുന്ന ഭഗവത് ഭക്തർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഭൗതികമായ ചിന്തകളിൽ മാത്രം ഇരിക്കുന്നവർക്ക് വേണ്ടി, ഭക്തിയെപ്പറ്റി കൂടുതലൊന്നും അറിയാത്തവർക്ക് വേണ്ടി, അവരൊക്കെ ആരാധിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു രൂപം തന്നെയാണ് ഈ രൂപം. ഈ രൂപത്തിൽ ഭഗവാന്റെ സകല സൃഷ്ടിയെപ്പറ്റിയും സൃഷ്ടികളിലുള്ള സകലതിനെ പറ്റി ഇതിൽ വിസ്തരിച്ചിട്ടുണ്ട്.
അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാത്തിന്റെയും കാരണഭൂതനാണെന്ന് പറയുന്ന പോലെ, അതുപോലെ തന്നെ എല്ലാം ഉത്ഭവിക്കുന്നത് അദ്ദേഹത്തിൽ നിന്നുമാണെന്ന് പറയുന്നു. അങ്ങനെയുള്ള ആ കൃഷ്ണന്റെ ഒരു വിസ്തരണം തന്നെയാണ് ഈ ഭൗതിക രൂപമായ വിരാട് രൂപം. ഈ വിരാട് രൂപത്തിൽ ഈ കാണുന്ന സമസ്ത അദ്ദേഹത്തിന്റെ സൃഷ്ടിയിൽ ഉൾപ്പെട്ടിട്ടുള്ള സകല ചരാചരങ്ങളും, സകല ഭൂമണ്ഡലങ്ങളും, സകല ഗ്രഹസമൂഹങ്ങളും, എല്ലാ വിശാലമായ എല്ലാ സംഗതിയും തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ആത്മീയ ലോകത്തെ പറ്റി ഇതിൽ പറയുന്നില്ല. മറ്റേ ആത്മീയ ലോകത്തിൽ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഭൗതിക ലോകത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിന് ഭൗതികമായ സൃഷ്ടി ഇന്നലെ പഠിച്ച ശ്ലോകത്തിൽ നമ്മൾ കണ്ടു. അവിടെ സൃഷ്ടി ആരാണ് നടത്തുന്നതെന്നുള്ളതും എല്ലാം തന്നെ ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. സംഘർഷണ ഭഗവാനാണ് ഇത് ഈ ഭൗതിക സൃഷ്ടി എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കാരണോദകശായി വിഷ്ണു എങ്ങനെ വന്നു, സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ വിസ്തരണം ആയ സംഘർഷണൻ, പിന്നെ നാരായണൻ, മഹാസംഘർഷണൻ, മഹാവിഷ്ണു. ആ മഹാവിഷ്ണുവാണ് കാരണോദകശായി വിഷ്ണുവായിട്ട് കാരണസാഗരത്തിൽ ശയിച്ചുകൊണ്ട് ഈ സൃഷ്ടികളൊക്കെ നടത്തുന്നത്. അപ്പൊ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഭൗതിക ഭൂലോകങ്ങൾ, ഭൗതിക നമ്മളെ പോലുള്ള വ്യക്തികൾക്ക് വേണ്ടിയാണ് ഈ രൂപം കാണിച്ചിരിക്കുന്നത്. ഇത് ഒരു കൽപ്പിത രൂപം തന്നെയാണ്. ഇത് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നതല്ല. ഈ രൂപം അർജുനന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പ്രാവശ്യം. അതുപോലെ തന്നെ ദുര്യോധനന്റെ സഭയിൽ വെച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. യശോദാമാധവന്റെ ഇവിടുത്തെ ബാല്യകാലത്തിൽ അതേപോലൊരു രൂപം കാണിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു രൂപമാണ് ഈ വിരാട് രൂപം. ഭൗതിക നമ്മുടെ വിരാട് രൂപത്തെ ഭഗവാന്റെ ഒരു ശരീരത്തിനോട് ഉപമിച്ചിട്ടുണ്ട്. ഭഗവാന്റെ ശരീരം വിരാട് രൂപത്തിൽ എന്തെല്ലാം സ്ഥിതി ചെയ്യുന്നു, ഏതെല്ലാം ഭൂലോകങ്ങൾ ഏതെല്ലാം ലോകങ്ങൾ, പ്രപഞ്ചങ്ങൾ സ്ഥിതി ചെയ്യുന്നോ അത് ഏതെല്ലാം വിധത്തിലുള്ളതാണ്, എങ്ങനെയൊക്കെ ഏതെല്ലാം ഭാഗത്തോട് അത് താരതമ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭഗവാന്റെ രൂപത്തിൽ ഭഗവാന്റെ ശിരസ് മുതൽ പാദം വരെയുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതിനകത്ത് ഈ രൂപത്തിൽ വിവരിച്ചിട്ടുണ്ട്. അതായത് ലോകങ്ങൾ, 14 ലോകങ്ങൾ. ആ 14 ലോകങ്ങളെ പറ്റി എവിടെല്ലാം എന്തൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് അതെങ്ങനെ കാണിച്ചിട്ടുണ്ട്. അതായത് ഭൗതിക സൃഷ്ടിയിൽ ഒരു ബ്രഹ്മാണ്ടത്തിന്റെ ഒരു ബ്രഹ്മാണ്ടത്തെ റെപ്രസെന്റ് ചെയ്യുന്നതായിട്ടാണ് ഈ വിരാട് രൂപത്തെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഏറ്റവും മുകളിലുള്ള ലോകം എന്ന് പറയുന്നത് ബ്രഹ്മലോകമാണ്. ഉപരിലോകം സത്യലോകം, തപോലോകം, ജനലോകം, മഹർലോകം, സ്വർഗം, ഭൂവർലോകം, ഭൂലോകം, അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം. ഇങ്ങനെ ഈ 14 ലോകങ്ങളെ പറ്റിയും നമുക്കറിയാവുന്ന 14 ലോകങ്ങൾ വിശിഷ്ടമായിട്ടുള്ള എങ്ങനെയാണെന്നുള്ള അതിന്റെ സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത് അറിയാമല്ലോ. 14 ലോകങ്ങൾ ആ താമരത്തണ്ടിന്റെ അകത്ത്, അതായത് ഗർഭോദകശായ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന താമരത്തണ്ടിന്റെ അകത്ത് സ്ഥിതി ചെയ്യുന്ന 14 ലോകങ്ങൾ. അതായത് ആ ഒരു ഗ്ലാസ്സിൽ വെള്ളം വെച്ചാൽ എങ്ങനെ ഇരിക്കും അതേമാതിരി ആ താമരത്തണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ലോകങ്ങളാണ് ഈ 14 ലോകങ്ങൾ. ആ 14 ലോകങ്ങളുടെ ഉപരിയായിട്ട് ഏറ്റവും ഉയരത്തിൽ താമരപ്പൂ വിരിയുന്നുണ്ട്. ആ താമരപ്പൂവിനകത്തിനാണ് നമ്മുടെ ബ്രഹ്മ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ അണ്ടറിലുള്ള ഈ ഭൗതിക ലോകത്തെ പറ്റിയാണ് ഈ വിരാട് രൂപത്തിൽ കാണിച്ചിരിക്കുന്നത്. ആ വിരാട് രൂപത്തിൽ അതിനെ ഭഗവാന്റെ രൂപവും
ഈ ലോകങ്ങളും താരതമ്യം ചെയ്യുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ഭഗവാൻ നമ്മുടെ ഭാഗവതം 2-ാം സ്കന്ധം 25-ാം ശ്ലോകം മുതൽ 2-ാം സ്കന്ധം 1-ാം അധ്യായം 25-ാം ശ്ലോകം മുതൽ 37-ാമത്തെ ശ്ലോകം വരെ അതിനെപ്പറ്റി വിവരിച്ചിട്ടുണ്ട്. അതെല്ലാവർക്കും പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിന്റെ ശ്ലോകങ്ങള് 25 അണ്ഡകോശേ ശരീരേസ്മിൻ സപ്താവരണ സംയുതേ വൈരാജ പുരുഷോ യാസൗ ഭഗവാൻ ധാരണാശ്രയാം. കൃഷ്ണ ക്ഷമിക്കണം, 2:1 1-ാം അധ്യായം ശരിയാ. ഈ അണ്ഡകോശമാണ് നമ്മുടെ ഈ ബ്രഹ്മാണ്ടം എന്ന് പറയുന്ന അണ്ഡകോശത്തിന്റെ അകത്ത് 7 വിധമായ ഘടകങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട പ്രപഞ്ച കോശധാരത്തിനുള്ളില് പരമജീവത്വം പുരുഷന്റെ അതിബൃഹത്തായ സർവലൗകിക രൂപമാണ് വിരാട് രൂപധാരണയ്ക്ക് ഹേതുവായ വിഷയം. അപ്പൊ ഇത് അതുപോലെ 26-ാം ശ്ലോകത്തിൽ അതിന്റെ ഓരോരോ ഭാഗങ്ങളെ പറ്റി വിവരിക്കുന്നുണ്ട്. മഹാതലം വിശ്വശ്രീജോധ ഗുൽപൗ തലാതലം വൈ പുരുഷസ്യ ജംഗേ. അപ്പൊ അതിനെപ്പറ്റി അത് അങ്ങനെ നമുക്ക് ആ ശ്ലോകത്തിന് ആ ഭഗവാന്റെ ഓരോ അംഗങ്ങളെ പറ്റിയും ഈ വിരാട് രൂപത്തെ താരതമ്യം ചെയ്തിരിക്കുന്ന ഏത് ലോകത്തോടാണെന്നുള്ളതും അതിനകത്ത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം അതിൻ്റെ പറയാം. സത്യലോകം ശിരസിനോട് ഉപമിക്കുന്നു, തപോലോകം നെറ്റി, ജനലോകം മുഖം, അഹർലോകം കഴുത്ത്, സ്വർഗലോകം മാറിടം, ഭൂവർലോകം നാഭി, ഭൂലോകം ഇടുപ്പുകൾ, അതലം വിതലം ഇരു തുറകൾ, സുതലം കാൽമുട്ടുകൾ, തലാതലം കാൽവണ്ണ, മഹാതലം കണങ്കാൽ, രസാതലം പാദതലം, വിരലുകൾ ഉൾപ്പെടെ പാദത്തിന്റെ മേൽഭാഗം, പാതാളം എന്ന് പറയുന്ന നമ്മുടെ ഭഗവാന്റെ പാദത്തിന്റെ അടിഭാഗത്തെ പറ്റി വിവരിക്കുന്നു. ഇങ്ങനെ ഇതിനെപ്പറ്റി വിശദീകരിച്ചിട്ടുള്ള വിശാലമായ അറിവ് നമുക്ക് ഈ ഭാഗവതം 2-ാം സ്കന്ധം 1-ാം ശ്ലോകം 25 മുതൽ 27 ശ്ലോകത്തിൽ ഇതിനെപ്പറ്റി ശരിയായിട്ട് വിവരിച്ചിട്ടുണ്ട്. എല്ലാ ഭക്തരും അത് പഠിക്കുക. പിന്നെ ഇതിൽ പറയുന്നത് പരമസത്യം, അതായത് പരമദിവ്യത്വ പുരുഷനെ പറ്റി ആരാധിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു മാർഗം ഭഗവാൻ തന്നിട്ടുള്ളതാണ് ഈ ഭൗതിക ലോകത്തിലേക്ക്. അതാണ് വിരാട് രൂപം. അത് പിന്നീട് സൃഷ്ടിയെ പറ്റിയാണ് പറയുന്നത്. അതിന്റെ എങ്ങനെ ലോകത്തിൽ സൃഷ്ടി നടന്നു എന്നുള്ളത് ഈ ഭഗവാനും ഒക്കെ തന്നെ. ഭഗവാൻ നമ്മുടെ സൃഷ്ടി, ഈ ബ്രഹ്മാണ്ട സൃഷ്ടിയൊക്കെ നടത്തുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ നിലനിന്നിരുന്നു. ആ ഭഗവാനിൽ ഉറങ്ങിക്കിടക്കുന്നതാണ് ഇതെല്ലാം തന്നെ. നമ്മുടെ ഈ ലോകങ്ങളും നമ്മുടെ ചരാചരങ്ങളും അതുപോലെ നമ്മുടെ ഈ 26 ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളൊക്കെ, അതായത് കർമ്മേന്ദ്രിയങ്ങള്, ജ്ഞാനേന്ദ്രിയങ്ങള്, പഞ്ചേന്ദ്രിയങ്ങൾ, ഗുണങ്ങള്, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങള്, മനസ്സ്, ബുദ്ധി, അഹങ്കാരം തുടങ്ങിയവ. അങ്ങനെ പിന്നെ സൂക്ഷ്മ ഘടകങ്ങള്, അങ്ങനെ പല പല സംഗതി. അതായത് അതിനെ പ്രധാന എന്ന് പറയുന്ന ഉണ്ട്. അതായത് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് ഭഗവാനുമായിട്ട് ബന്ധപ്പെടുന്നതിന് മുമ്പ് ഇതെല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ മഹത്തത്വം എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട സംഗതിയാണ്. അതായത് ഈ ഭൗതിക ഘടകങ്ങൾ, നമ്മുടെ 26 ഘടകങ്ങളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഘടകങ്ങളൊക്കെ ചേർന്ന് ആണ് ഭഗവാൻ ഈ ലോക സൃഷ്ടി നടത്തുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ ഈ പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ ഭഗവാനുമായിട്ട് ബന്ധപ്പെടാതെ കിടക്കുന്ന ആ അവസരത്തിൽ, അതായത് ഭൗതിക പ്രകൃതി എന്ന് പറയുന്ന ആ പ്രകൃതിയിൽ ഭഗവാനായിട്ട് ബന്ധമില്ലാത്തപ്പോൾ പ്രത്യേകിച്ച് കിടക്കുന്നതായിരുന്ന ഈ ഇതൊക്കെ മഹത്തത്വവും അതുപോലെ തന്നെ പ്രധാനം എന്ന് പറയുന്നത്. അതിന്റെ ഭൗതിക പ്രകൃതി രൂപപ്പെടുന്നതിന് മുമ്പുള്ള രൂപങ്ങൾ ഇതൊക്കെയാണത്.
അപ്പൊ അങ്ങനെ മഹത്തത്വവും ഭഗവാനും എല്ലാം കൂടെ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ഭൗതിക പ്രകൃതി ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഭൗതിക പ്രകൃതിയിലുള്ള സകല വസ്തുക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വിരാട് രൂപം ഭഗവാൻ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഭൗതിക ലോകത്തിലുള്ളവർക്ക് വേണ്ടി മാത്രം, അത് താൽക്കാലികമാണ്. അതിന് നമ്മുടെ ഭഗവാന്റെ ശക്തി തന്നെ ഇതൊക്കെ തന്നെയും യഥാർത്ഥ ശക്തി വിസ്തരിച്ചുകൊണ്ട് ഈ ഭൂലോകം നമ്മുടെ പ്രപഞ്ചമൊക്കെ ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നു. ആ സൃഷ്ടിയുടെ ഒരു ഘടകം തന്നെയാണ് ഈ മഹത്തത്വം എന്ന് പറയുന്നതും പ്രധാനം എന്ന് പറയുന്നതും. രണ്ടും രണ്ടല്ല. മഹത്തത്വവും പ്രധാനയും ഭഗവാനിൽ ഒന്നും ചേർന്നതല്ല, അതായത് പ്രത്യേകിച്ചാണ്. പക്ഷെ അത് ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ഒരു സൃഷ്ടി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് നമ്മൾ ഭിന്നമോ അഭിന്നമോ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത് അങ്ങനെ വിശാലമായ ഒരു തത്വസംഹിതയാണ് ഇതിന് അടങ്ങിയിരിക്കുന്നത്, ഈ വിരാട് രൂപത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഈ വിരാട് രൂപം അതായത് ഭഗവാനിൽ നമ്മുടെ ഈ മഹത്വം ഒന്നും ഇല്ലെങ്കിലും ശരി, അദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ല. ഭഗവാന് അത് പ്രത്യേകിച്ച് തന്നെ ഉണ്ടായിരിക്കും. ഭഗവാൻ അതിലൊന്നും ബന്ധപ്പെടുന്നില്ല എന്നും ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. മഹത്തത്വമൊക്കെ സൃഷ്ടിക്ക് മുൻപ് നിലനിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഉള്ളത്. പിന്നെ ഈ ഭൗതിക പ്രകൃതിയിൽ ഈ നമ്മുടെ വിരാട് രൂപം കാണിക്കാനുണ്ടായ സിറ്റുവേഷൻ, അതായത് അത് ഒന്ന് ഭഗവാന്റെ മനുഷ്യരൂപത്തിൽ ഭഗവാൻ അവതരിച്ച സമയത്ത് ആ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പായിട്ട് തന്നെ ചില അവസരങ്ങളിൽ തൻ്റെ മാതാവിനും അതുപോലെ തന്നെ സഖാവിനും ഒക്കെ ചില ദുഷ്ടന്മാർക്ക്, ശത്രുക്കൾക്കും ഇത് ഭഗവാൻ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം പല പ്രാവശ്യം, എനിക്കറിയാവുന്നത് 3 പ്രാവശ്യം കാണിക്കുന്നതായിട്ട് ഞാൻ ഓർക്കുന്നു. ഇതൊക്കെ അങ്ങനെ കാണിക്കുന്നതാണ് ഈ വിരാട് രൂപം. ഭഗവാനാണ് ഞാൻ, അല്ലെങ്കിൽ ഭഗവാനിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്, ഈ ലോകത്തിൽ ഭഗവാൻ എന്ന് പറയുന്നത് ആരാണ്, ഇതൊക്കെ കാണിക്കുന്ന ഭൗതികമായിട്ടുള്ള ആളുകൾക്ക്. ഇപ്പം അന്ന് പാർഷദന്മാരാണ് കൃഷ്ണന്റെ കൂടെ അവതരിക്കുന്നതെങ്കിൽ കൂടി അവർ ഭൂലോകത്തിൽ വസിക്കുമ്പോൾ അവര് മനുഷ്യർ തന്നെയാണല്ലോ. അപ്പൊ ആ മനുഷ്യർക്ക് ബോധ്യപ്പെടുത്തണം ഇവർ ഇന്ന ഭഗവാൻ തന്നെയാണ്, ഭഗവാനിൽ ഇന്ന ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതും. അതൊക്കെ ഓരോരുത്തരെ കാലാകാലങ്ങളിൽ, അതായത് അർജുനനാണെങ്കിൽ മഹാഭാരത യുദ്ധത്തിൽ അദ്ദേഹം കൃഷ്ണനോട് വിമുഖത കാണിക്കുന്നുണ്ട്. വിമുഖത എന്ന് പറഞ്ഞാൽ മടി കാണിക്കുന്നു. ഇത് ഞാൻ ചെയ്യേണ്ട കാര്യമല്ലല്ലോ, ഇത് ഞാൻ ചെയ്തുകൊണ്ട് എന്താണ് എനിക്ക് പ്രയോജനം, അല്ലെങ്കിൽ ഈ രാജ്യത്തിന് എന്താണ് പ്രയോജനം. ഇതുപോലെ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരു യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന സമയത്ത് ജനങ്ങൾ എത്ര കഷ്ടതകൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആശങ്ക, നമ്മളെ ചെയ്യേണ്ട പ്രവൃത്തി നമുക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാൻ നമ്മൾ യുഗലാകുമ്പോൾ അവരെ ഈ വിരാട് രൂപത്തിൽ കൂടി ഭഗവാൻ അവരെ ബോധവാന്മാരാക്കുകയാണ്. അതാണ് ഞാൻ ഭഗവാനാണ്, അതുകൊണ്ട് നിനക്ക് ഈ പണിയൊക്കെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ട് തന്നെ ചെയ്തോളൂ. ഞാൻ പറയുന്നത് എന്ത് ചെയ്താലും ശരി, അതിൽ യാതൊരു തെറ്റുമില്ല. അതുകൊണ്ട് അതിൽ നീ ഗുണങ്ങളോ പാപങ്ങളോ പുണ്യമൊന്നും നമ്മൾ തിരക്കേണ്ടതായി ശങ്കിച്ചു നിൽക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള അവസരങ്ങളിലാണ് ഭഗവാൻ ഈ രൂപം കാണിക്കുന്നത്. അപ്പൊ ഈ രൂപം എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു രൂപം തന്നെയാണ്, പരമസത്യത്തിന്റെ രൂപം തന്നെയാണ്. പക്ഷെ അതില് എല്ലാം അടങ്ങിയിട്ടുണ്ട്. ആ രൂപം ഒന്ന് കാണിച്ചത് അർജുനനെയാണ് കാര്യമായിട്ട് കാണിച്ചു കൊടുത്ത് പറഞ്ഞുള്ള നമ്മളെ ഏത് സമയത്തായിരുന്നു അർജുനൻ സംശയാലുവായിരുന്ന സമയത്ത്, അതായത് ഈ ജോലി ചെയ്യണോ വേണ്ടായോ, നിയത കർമ്മം ചെയ്യുന്ന വിഘ്നം ഉണ്ടാക്കാനോ വേണ്ടായോ എന്നുള്ള ഒരു സംശയം. എന്റെ ബന്ധുക്കളും പ്രിയപ്പെട്ടവരൊക്കെ ആണല്ലോ ഈ കാണുന്നത്, ഇവരുമായിട്ട് എന്തിനാ യുദ്ധം ചെയ്താൽ കെടുതികൾ, നമുക്കെല്ലാവരെയും യുദ്ധം ചെയ്യുന്ന കെടുതികളാണെന്നുള്ളത്, ആ കെടുതികളൊക്കെ കാണിക്കണോ എന്നൊക്കെ ഉള്ള ഒരു സംശയം അദ്ദേഹത്തിന് വന്നു. ഭൗതികം ആയുള്ള ചിന്ത, ശരീരത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടുണ്ടായ
വ്യാകുലത. അതായത് നമ്മളെ ബന്ധുക്കള്, നമ്മുടെ ഇതെല്ലാം അവരെയൊക്കെ കൊല്ലുന്നത് ശരിയല്ലല്ലോ എന്നുള്ള ഒരു വിചാരത്തിൽ അർജുനുണ്ടായ കുഴപ്പങ്ങള്. അപ്പൊ അർജുനൻ അന്നേരം അങ്ങനെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. ഭഗവത്ഗീതയിൽ 10-ാം അധ്യായത്തില് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന ഞാനാണ് എല്ലാം ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത്, എൻ്റെ നിർദ്ദേശത്തുകൊണ്ടാണ് ഈ ലോകം നടക്കുന്നത്, ഞാനാണ് ഇതിന്റെ എല്ലാം സർവ്വകാരണഭൂതൻ എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഏകദേശം നമ്മുടെ അർജുനന് മനസ്സിലായി ഇന്ന സംഭവം ഇത് ഭഗവാനാണെന്നൊക്കെ മനസ്സിലായി വന്നപ്പോൾ പറഞ്ഞു, ശരി, ഭഗവാനെ ആ വിശുദ്ധമായ ആ രൂപം എനിക്കൊന്ന് കാണിച്ചു തരണം. അങ്ങോട്ട് ഇത്രയും പറഞ്ഞല്ലോ, ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ പറഞ്ഞ രൂപം ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നതാണ് ഈ രൂപം. അത് നമ്മുടെ സാധാരണ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതിനാൽ അദ്ദേഹം വിശിഷ്ടമായ നയനങ്ങൾ അർജുനന് അനുവദിക്കുന്നുണ്ട്. അങ്ങനെ അർജുനൻ കേൾക്കാൻ സമർത്ഥനാണെങ്കിൽ, അല്ലെങ്കിൽ യോഗ്യതയുള്ളവനാണെങ്കിൽ കാണിച്ചു തരണമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളെ പോലുള്ളവർക്ക് എവിടെ ഈ വിശ്വരൂപമൊന്നും കാണാൻ നമ്മളെ കൊണ്ടും പറ്റില്ല. അപ്പൊ തന്നെയല്ല, നമ്മുടെ ഈ സാധാരണ നേത്രങ്ങൾ കൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ അപൂർവങ്ങളാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ ഈ അപൂർവമായ നേത്രങ്ങൾ കൊണ്ട് ഭഗവാനെ പോലും കാണാൻ പറ്റില്ല, ഭഗവാന്റെ ഒരു ഭാഗം പോലും കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. പക്ഷെ നമ്മളെ ഭഗവത് ഭക്തിയുത സേവനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിശിഷ്ടമായ ബോധം നമ്മുടെ മനസ്സിൽ ഉദിക്കുക, അങ്ങനെ ഭഗവാനെ കാണാനും സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെ വിരാട് രൂപം ഭഗവാൻ എങ്ങനെയുണ്ട് എന്ന് അർജുനന് കാണിച്ചു കൊടുക്കുന്നു ഒരു സമയത്ത്. അതുപോലെ തന്നെ നമ്മുടെ യശോദ മാതാവ് മണ്ണിൽ നിന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയ ഒരു സമയത്ത് വാ വളർന്നു കൊടുത്തിട്ട് കാണിക്കുന്നുണ്ട് ഭഗവാനിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന ചരാചരങ്ങളും മണ്ണും സമുദ്രവും എന്ന് വേണ്ട ഭൗതികമായ ലോകത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അതിനകത്ത് അമ്മ കാണിച്ചു കൊടുക്കുന്നുള്ളൂ. പക്ഷെ താൽക്കാലികമായിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. അത് പിന്നീട് മായയിൽ അതെല്ലാം മറന്നുപോവുകയും ചെയ്യുന്നു. പിന്നെ ഒരു പ്രാവശ്യം സന്ധി സംഭാഷണത്തിന് ചെല്ലുന്നുണ്ട് കൃഷ്ണൻ കൗരവസഭയിൽ ചെന്നപ്പോൾ ദുഷ്ടനായ ദുര്യോധനൻ ഈ കൃഷ്ണനെ ആക്ഷേപിക്കുന്നു. അതായത് അദ്ദേഹത്തിനെ ഭഗവാനായിട്ട് കാണുന്നില്ല, അദ്ദേഹത്തിന് ഒരു വെറും ഇടനിലക്കാരനായിട്ട് കാണാൻ തുടങ്ങി. ആ സമയത്തും ഈ ദുഷ്ടനായ ദുര്യോധനെ ഈ വിരാട് രൂപം കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ പ്രധാനപ്പെട്ട അവസരങ്ങളിലൊക്കെ വിരാട് രൂപം മഹാഭാരത യുദ്ധകാലത്ത് പലരും കണ്ടിട്ടുണ്ട്. നമ്മുടെ സഞ്ജയൻ കണ്ടെന്ന് പറയുന്നു. സഞ്ജയൻ അതായത് ആ സമയത്ത് തന്നെ കണ്ടതാണ്. അപ്പൊ അതേമാതിരി അത്രയ്ക്ക് വിശിഷ്ട വ്യക്തികൾക്ക് മാത്രമേ വിരാട് രൂപത്തെ കാണാൻ പറ്റൂ. വിരാട് രൂപം എന്ന് പറഞ്ഞത് താൽക്കാലിക ഒരു രൂപം തന്നെയാണ്. ഭഗവാന്റെ പരമദിവ്യോത്തമ പുരുഷന്റെ ഒരു രൂപമാണ്. പരമദിവ്യോത്തമ പുരുഷന്റെ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്, ഏതെല്ലാം പ്രവൃത്തികൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയും. നമ്മൾ കണ്ടു മഹാഭാരത യുദ്ധത്തിൽ ആ യുദ്ധം നടക്കുന്നതിന് മുമ്പ് തന്നെ, തീരുന്നതിന് മുമ്പ് തന്നെ ഓരോരുത്തരുടെ ശരീരങ്ങളിൽ നിന്ന് ഭഗവാന്റെ വായിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഓരോ ശ്ലോകത്തിലും അതിനെപ്പറ്റി പറയാം. അനേകം മുഖങ്ങള്, അനേകം കൈകാലുകള്, അനേക സഹസ്രം, ഇങ്ങനെയുള്ള എല്ലാം തന്നെ നമ്മുടെ ഇതിനെപ്പറ്റി നമ്മുടെ ഭഗവത്ഗീതയിൽ വിവരിച്ചു പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു വിരാട് രൂപമുള്ളത്. അപ്പൊ അങ്ങനെ ആ വിരാട് രൂപം ഭഗവാന്റെ പരമദിവ്യോത്തമ പുരുഷന്റെ രൂപം തന്നെയാണ്. ആ രൂപത്തെ പറ്റിയാണ് ഈ ശ്ലോകത്തിൽ വിവരിച്ചത്. ഇത് കൂടുതൽ വിവരിക്കാൻ ഇതിനകത്ത് കൂടുതൽ മഹത്വത്വവും പ്രധാനെ പറ്റിയൊക്കെയാണ് വിവരിക്കാനുള്ളത്. അതൊക്കെ ഇച്ചിലൂടെ നല്ല ഇതൊക്കെ ഇത്രയൊക്കെ പറയാനേ എനിക്കുള്ള അറിവുള്ളൂ. അപ്പൊ അതിന് കൂടുതലായിട്ട് ഇതിനെ പറ്റി ഞാൻ നമ്മുടെ പ്രഭുപാദർജിയുടെ ലെക്ചറൊക്കെ തിരക്കി നോക്കി, പക്ഷെ അതൊന്നും കിട്ടിയില്ല. ഇതിനകത്ത് ഈ ശ്ലോകത്തെ പറ്റി കുറച്ചൊക്കെ അവർ വിവരിച്ചിട്ടുള്ളൂ, എല്ലാം ഇത് കിട്ടിയതൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ തന്നെ പറയാനുള്ളു. ബാക്കി കാര്യങ്ങൾ ഇനി അടുത്ത ക്ലാസ്സുകളിൽ വിവരിക്കട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. വളരെ നന്ദി പ്രഭു. വളരെ നന്ദി. ഉള്ള പ്രഭു ഇതിനകത്ത് പറയാൻ അറിയാവുന്നത്. മതി പ്രഭു, ഇത്രയും പറഞ്ഞല്ലോ, സന്തോഷം.
വളരെ വളരെ നന്ദി പ്രഭുജി, വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്കള് എന്താ പറയുക, എന്താണ് വിരാട് രൂപം, എങ്ങനെയാണ് അത് കാണാനുള്ള ഭാഗ്യം ആർക്കൊക്കെയാണുള്ളത്? ഈ ഭൂമിയിൽ ആർക്കൊക്കെയാണ്, അല്ലെങ്കിൽ ഇത്രയും ഭാഗ്യം ചെയ്തവരാരൊക്കെ എന്നെല്ലാം പറഞ്ഞ് വളരെ നന്നായിട്ട് ആ വിരാട് രൂപത്തിലുള്ള ഒരു ഭാഗമായിരിക്കാം ഇന്ന് നടക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ ഈ വാതുറന്ന് ഓരോന്ന് കാണും, അത് ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞത് അങ്ങനെയായിരിക്കാം. ഒരു പക്ഷെ ഈ കൽകി അവതാരമായിരിക്കാം തുടക്കം. ഇപ്പോൾ നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നത് ഒരു പക്ഷേ ആ വിരാട രൂപത്തിൽ നിന്ന് വന്ന ഒരു ഭാഗമായിരിക്കും. താങ്ക് യു സോ മച്ച്. വളരെ നല്ല ഒരു ഭാഗമായിരുന്നു. എന്താണ് ആ വിരാട രൂപം തന്നെ കൺമുമ്പിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു തന്നത്. വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ മാതാജി. കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് ഹരേ യു കൃഷ്ണ പ്രഭുജി. പ്രഭു, വളരെ നന്നായിട്ട് പറഞ്ഞു പ്രഭു. ഹരേ കൃഷ്ണ, നന്നായിട്ട് പറഞ്ഞു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നന്ദി പ്രഭുജി, വളരെ നന്ദി, വളരെ സന്തോഷം. നല്ല ക്ലാസ് ആയിരുന്നു. നന്ദി പ്രഭുജി. പ്രഭു, നമുക്കൊരു അനൗൺസ്മെന്റ് ഉണ്ട്. നമ്മുടെ ഇവിടെ റെഗുലറായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട നമ്മുടെ വൃന്ദാവനേശ്വരി വിലാസിനി ദേവിദാസ് മാതാജിയുടെ ഒരു ചെറിയൊരു സർജറി ഇന്ന് നടക്കുകയാണ്. ചെറിയതല്ല, ഒരു വലിയ സർജറി തന്നെയാണ്. ഒരു ന്യൂറോ സർജറിയാണ് നടക്കുന്നത്, ബ്രെയിനിലാണ്. അപ്പോൾ അത് ഗ്രൂപ്പുകളിലൊക്കെ മാതാജിയുടെ ഈ വിഷയം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ ഭക്തജനങ്ങളും മാതാജിക്ക് വേണ്ടി സ്പീഡി റിക്കവറിക്ക് വേണ്ടി ദയവായി എല്ലാവരും ഭഗവാനോട് പ്രാർത്ഥിക്കണം. അതൊരു വിനീതമായ അപേക്ഷയായി എല്ലാവരും സ്വീകരിക്കണം. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും 3 പ്രാവശ്യം മാതാജിയുടെ സ്പീഡി റിക്കവറിക്ക് വേണ്ടി ഹരേ കൃഷ്ണ മഹാമന്ത്രം നമുക്ക് 3 പ്രാവശ്യം പറയാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ രാമ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവരും മാതാജിക്ക് വേണ്ടി ദയവായി പ്രാർത്ഥിക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. മാതാജി നമ്മുടെ ക്ലാസ് നല്ല ആക്റ്റീവ് ആയിരുന്നു. എല്ലാ വളരെ പോയിന്റ്സും എല്ലാം വളരെ സ്പീഡായിട്ട് തന്നുകൊടുക്കുന്ന മാതാജിയായിരുന്നു. ക്ലാസ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഒരു പോയിന്റ് മാതാജി ക്ലാസ്സിനെ പറ്റി പറയുന്ന ഒരു മാതാജിയുടെ ആയിരുന്നു. നമുക്ക് നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം. മാതാജിയുടെ ഒരു പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് തിരിച്ചു വരാൻ പറ്റിയ, പൂർവ്വശക്തിയുടെ ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുക എന്നുള്ള ഒരു ഇതിന് നമുക്ക് എല്ലാം പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. പ്രഭു, Thank you, പ്രഭു. മഹാരാജിക്ക് എത്ര വയസ്സുണ്ട് പ്രഭു? ഹരേ കൃഷ്ണ. മാതാജിക്ക് ഒരു 65-ന് മുകളിൽ പ്രായമുണ്ട്. അത്രേ ഉള്ളൂ അല്ലേ? 60-ന് മുകളിൽ അത്ര ഉണ്ടെന്നാ തോന്നുന്നത്. വ്യക്തമായി എനിക്ക് അറിയില്ല മാതാജി. ഇന്ന് ഇപ്പൊ അവരുടെ മകളൊന്നും ഇപ്പൊ ഇന്ന് ജോയിൻ ചെയ്തിട്ടില്ല, ഹോസ്പിറ്റലിലാണ്. അതാ ഉദ്ദേശം വയസ്സാണ്. ഒരു 70 ചിലപ്പോ കാണും തോന്നുന്നു. 70 ഹരേ കൃഷ്ണ. 60 സംതിങ്. ഇന്നലെ മാതാജി ഭയങ്കര ടെൻഷനിലായിരുന്നു. അത് കേട്ടപ്പോ എനിക്കും ഭയങ്കര വിഷമം തോന്നിയിട്ടാ മാതാജിയാ പറയണ കേട്ടപ്പോ. കാരണം അത്രയും പെട്ടെന്നൊക്കെ അത് ഭഗവാനോടുള്ള ആ ഓർമ്മ പോവാന്ന് പറയുമ്പോഴുള്ള ടെൻഷൻ, അതാണ് മാതാജിയുടെ ടെൻഷൻ, വേറെ ഒന്നുമില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതെ, മാതാജി പ്രാർത്ഥിക്കണം മാതാജി, എല്ലാവരും ദയവായി പ്രാർത്ഥിക്കണം. ഹരേ കൃഷ്ണ പ്രഭു. തിരുവനന്തപുരത്താണോ വീട്? തിരുവനന്തപുരത്താണ്. കരമനയിൽ തന്നെ. കരമനത്താണ്. അതെ. അപ്പോ എല്ലാവരും ഭഗവാനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഇന്നൊരു സർജറി ഉണ്ട്. അപ്പോ തീർച്ചയായിട്ടും മാതാജിക്ക് സ്പീഡി റിക്കവറിക്ക് വേണ്ടി ഭഗവാൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ. ഹരേ കൃഷ്ണ. നന്ദി. അതുപോലെ വൈകുന്നേരത്തെ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിൽ പാർട്ടിസിപ്പൻസ് അല്പം കുറവാണ്. അപ്പൊ എല്ലാ ഭക്തജനങ്ങളും സാധിക്കുമെങ്കിൽ 5 മണിക്കുള്ള ക്ലാസ്സിൽ ഒന്ന് മാക്സിമം കയറാൻ ശ്രമിക്കണം. നമുക്ക് ചൈതന്യ ചരിതാമൃതവും ഇതിന്റെ കൂടെ നമുക്ക് കൊണ്ടുപോകേണ്ടതാണ്. താങ്ക് യു. ഹരേ കൃഷ്ണ. നന്ദി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ.